ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കാച്ചിയതാണ് ഇന്ന് കാണിക്കുന്നത്. തേങ്ങയും ഒന്നും വേണ്ട. അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് താളിക്കുക. കടുക്, ജീരകം, വറ്റൽ മുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും. അത് താളിച്ച് കഴിഞ്ഞാൽ ഉടനെ തീ കെടുത്തണം. അത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, കുറച്ച് കായപ്പൊടി ഇത്രയും ചേർത്ത് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ തീ കെടുത്തിയേക്കുവാണ്. പിന്നെ തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ബീറ്റ് ചെയ്യുന്ന ആ ചെറിയൊരു ബീറ്റർ എടുത്ത് നല്ലപോലെ കട്ട ഉടയ്ക്കുക. ഇങ്ങനെ ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും തൈരിലെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. എനിക്ക് മിക്സി കഴുകാൻ മടിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇതുപോലെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നു, കട്ടകൾ ഉടച്ചെടുക്കുന്നത്. കുറച്ചുകൂടി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളവും ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇനി തീ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഈ വശങ്ങളിൽ ചെറുതായിട്ട് ഇങ്ങനെ തിള വരുമ്പോൾ ഉടൻ തന്നെ തീ കെടുത്തി ഇളക്കി എടുക്കുക. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കുക. അപ്പം തന്നെ അപ്പോൾ അത് നല്ല കുറുകിയ മോര് കറി റെഡി. മോര് കറി അല്ലെങ്കിൽ മോര് കാച്ചിയതെന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ. 5 മിനിറ്റ് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്.